ഇതൊരു ചെറിയ അസംബിൾഡ് ആംപ്ലിഫയർ ആണ്. ഇത് നമുക്കൊന്ന് റീസ്റ്റോർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊന്ന് അയച്ചു നോക്കിയിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. അപ്പോൾ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഞാൻ ഈ പഴയ മോഡൽ ആംപ്ലിഫയർ ഇങ്ങനെ റീസ്റ്റോറേഷന് വരുന്നത്. ഒന്ന് ചെക്ക് പോലും ചെയ്യാതെ ഞാൻ വീഡിയോയിലേക്ക് കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആ യഥാർത്ഥ ആ ഒരു എക്സ്പീരിയൻസ്, അതായത് നിങ്ങളിപ്പോൾ ഒരു ആംപ്ലിഫയർ എനിക്ക് അയക്കുകയാണെങ്കിൽ, എനിക്കിവിടെ റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് നമ്മളിപ്പോൾ അതൊന്ന് ഒരു വിലയിരുത്തുക എന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ നമുക്കൊരു എല്ലാവർക്കും കൂടി ഇതിൻ്റെ ആ സസ്പെൻസ് വിളിക്കാം. ഇതിൻ്റെ അകത്ത് ഒരു പഴയ ഒരു ആംപ്ലിഫയർ ആണ് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കണേ. അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്ത് പൊളിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പാക്ക് ചെയ്താണ്. നമ്മളിപ്പോൾ ഇനി തിരിച്ചയക്കുമ്പോൾ നല്ല രീതിയിലാണ് അയക്കേണ്ടത്. അപ്പോൾ ഒരു ബോക്സിനകത്ത് മറ്റൊരു ബോക്സ് ആയിട്ടാണ് ഉള്ളത്. ആ ബോക്സ് പോട്ടെ. ഇനി ഇതിനകത്ത് ബോക്സ് ഉണ്ടോ നോക്കണം. ഇതിനുള്ളിൽ കൊറിയറിൻ്റെ പവറാണോ അല്ലേ എന്നറിയില്ല, എന്തോ ഇളകുന്നുണ്ട്. ആഹാ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഇരിക്കുന്നത്. ഇപ്പോൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മളെ നോർമൽ ഒരു 5.1 നമ്മളെ മാർക്കറ്റിൽ കിട്ടുന്ന ടൈപ്പ് ഓർഡിനറി ആംപ്ലിഫയർ ആണ്. അതിനകത്തൊരു ബോർഡ് കാണുന്നത് ഇപ്പോൾ ഇവർ ആരുതാണ് ബോർഡ് എന്ന് നോക്കിയാൽ എനിക്ക് സംശയം ഇത് യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ തന്നെയാണ് ഈ ബോർഡ് എന്നാണ് എൻ്റെ അഭിപ്രായം. യൂണിവേഴ്സലിൻ്റെ തന്നെ അവരുടെ തന്നെ ഫുൾ പ്രോഡക്റ്റാണ്. അപ്പോൾ ഒറ്റ ബോർഡായിട്ടാണുള്ളത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അപ്ഡേഷൻ എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് ഇപ്പോൾ അവരെന്താണ് ആവശ്യപ്പെട്ടതെന്നനുസരിച്ചാണ് ഇരിക്കുക ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയണം. ഇതിപ്പോൾ ഒരു ബ്ലൂടൂത്ത് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഒരു 5 ചാനൽ പ്ലസ് 4 മോസ്ഫെറ്റ് ഉള്ള ഒരു സബ് ഔട്ടും ഉണ്ട്. 5 ചാനൽ ഇൻപുട്ട് ഉണ്ട്, ഒരു സ്റ്റീരിയോ ഇൻപുട്ട് ഉണ്ട്, അത് കൂടാതെ ബ്ലൂടൂത്തിൻ്റെ ഇൻപുട്ടും ഉണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഒരു 27+12 സപ്ലൈ ഉള്ള ട്രാൻസ്ഫോമറാണ് ഈ കാണുന്നത്. ഒരു ഓർഡിനറി ബോർഡാണ്. സാധാരണ റെക്ടിഫയർ ഒക്കെ കുറഞ്ഞ വാല്യൂസുള്ള സാധനങ്ങളാണ്. നമ്മളിപ്പോൾ വലിയ ഈ പവർഫുള്ളായിട്ട് അസംബിൾ ചെയ്യുമ്പോഴുള്ള കാണുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണില്ല. അപ്പോൾ അത് ആ ഒരു ബഡ്ജറ്റ് ലെവലിൽ കിട്ടുന്ന ആംപ്ലിഫയറുകളിൽ ഇങ്ങനെ ഉണ്ടാവും ഉള്ളിൽ. ഇതിലിപ്പോൾ എക്സ്ട്രാ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ ബ്ലൂടൂത്ത് അപ്ഡേറ്റ് ചെയ്യണം, രണ്ടാമത് ഇതിനകത്ത് ഒരു ഡീകോഡർ ആഡ് ചെയ്യണം. 5.1 നമ്മളെ ഫ്യൂടെക്കിൻ്റെ ഡീകോഡർ ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യണം. ടി വിയിൽ നിന്ന് ARC കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൂടെ അതെന്തായി ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയറായി മാറി. അതിൽ പിന്നെ ചെക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടോ, സ്വിച്ച് കംപ്ലൈൻറ്റ് ഉണ്ടോ, എല്ലാ ചാനലും ഔട്ട്പുട്ട് കറക്റ്റ് ആണോ, അതെല്ലാം റെഡിയാണെന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പണി, അതായത് ഈ ഏരിയയിലായിട്ട് ഈ ഭാഗത്തുള്ള ഈ സ്പേസിൽ ഈ ഭാഗത്തേക്കായിട്ട് ഫ്യൂടെക് കയറ്റാൻ പറ്റുമോ നോക്കണം. അതല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഈ RCA കണക്ഷൻ നിൽക്കുന്ന ഭാഗത്തേക്ക് അത് കണക്ട് ചെയ്യേണ്ടി വരും. 5.1 ഇൻപുട്ട് തന്നെയാണ് ഡീകോഡർ എന്ന് വരുന്നത്. അപ്പോൾ ഈ സെപ്പറേറ്റ് ഇൻപുട്ടിൻ്റെ ആവശ്യം വരുന്നില്ല 5.1ൻ്റെ. ഇതിൽ ഈ ഓക്സ് ഇൻപുട്ട് സെക്ഷൻ നമുക്ക് കിട്ടുന്ന ബ്ലൂടൂത്ത് പാനലിൻ്റെ ഇൻപുട്ട് സെക്ഷനാക്കി മാറ്റിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചാൽ ഈ ആംപ്ലിഫയർ അപ്ഗ്രേഡ് ആയി. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ഈ ചാനലൊക്കെ ഒന്ന് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ബ്ലൂടൂത്തിൽ എങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകൾ നിങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതിന് വേണ്ടത് കുറച്ച് കാര്യങ്ങൾ, ടൂൾസ് ഇതിനകത്തേക്ക് വേണം. അത്യാവശ്യം ഏത് സ്ക്രൂ വയ്ക്കാൻ പറ്റിയ എല്ലാവിധ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഫുൾ കിറ്റ്. നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ, അത് മെറ്റലാണ്. അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കട്ടർ, മൾട്ടിമീറ്റർ, സോൾഡറിങ് ആണ്, ലെഡ്, പേസ്റ്റ്, അങ്ങനത്തെ എല്ലാവിധ ടൂൾസും വേണം. ഈ ടൂൾസ് മൊത്തം ഞാനിത് അവിടെ ഈ ഏരിയയിലായിട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങാനുള്ള ഓപ്ഷനാണത്. അപ്പോൾ അത്രയും ടൂൾസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതിലിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മളിപ്പോൾ പറഞ്ഞ പോലത്തെ എല്ലാ പണികളും എടുക്കാം. ഞാൻ ഇതുപോലത്തെ 2 ആംപ്ലിഫയർ കൂടി കാണിച്ചു തരാം, ഇതേ മോഡലിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ഇത് അത്യാവശ്യം കണ്ട കാഴ്ചയിൽ ഇത് അത്യാവശ്യം വൃത്തിയിലുള്ള ഒരു ആംപ്ലിഫയർ ആയിട്ടാണ് കാണുന്നത്. ഇനിയുള്ള 2 ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ പ്ലഗിൻ ചെയ്തു, ഓണാക്കിയാൽ അറിയാം. ഓണാക്കട്ടെ. ഓക്കെ, ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ സെലക്ഷൻ പ്രസ് ചെയ്തു. കൺട്രോളിന് ഒരു ചെക്കുണ്ടല്ലോ, പ്രത്യേകം ആലോചിച്ചിരുന്നു. കൺട്രോളിന് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക,
മ്യൂസിക് ഇട്ട് നോക്കാം. അപ്പം ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പക്ഷെ ഒച്ചയൊന്നും കേൾക്കുന്നില്ല. വോളിയം കൺട്രോൾ തിരിച്ചിട്ട് ഇടയിൽ കൂടെ നൈസായിട്ടൊരു സൗണ്ട് കേൾക്കേണ്ടി നോക്കാം. സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് അല്ല. സ്വിച്ച് കംപ്ലൈൻ്റ്. ഇതിൽ ബാസ് കൺട്രോൾ ആണിത്. പക്ഷെ ബാസ് കൺട്രോൾ സബിനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ബാസ് കൂടുന്നില്ല. സറൗണ്ട് കുറയ്ക്കാം. സെൻറ്റർ സൗണ്ട് വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഫ്രണ്ട് സബ് കൺട്രോളിന് എന്തോ ഒരു കുഴപ്പം. സബ് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടുപിടിച്ച കംപ്ലൈൻറ്റുകൾ കാണിച്ചു തരാം. ഒന്ന്, ഈ ഫ്രണ്ട് വോളിയം കൺട്രോൾ കംപ്ലൈൻറ്റ്. സെൻറ്ററിൽ ഔട്ടില്ല. അപ്പോൾ ഈ ഭാഗത്ത് IC ആയിരിക്കാം, ചിലപ്പോൾ ഓഡിയോ സെക്ഷനിലായിരിക്കാം, ആ സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ സ്വിച്ചിൻ്റെ സെക്ഷനിലായിരിക്കാം. റിലേ ആണ് ഇവിടെ സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഒരു ചാനലിൻ്റെ പ്രശ്നം കാണുന്നുണ്ട്, ഒരു ഫ്രണ്ട് വോളിയത്തിന് കാണുന്നുണ്ട്, സ്വിച്ചിന് കാണുന്നുണ്ട്. ഗ്രൗണ്ട് ചെയ്യാത്തൊരു കുഴപ്പമാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഗ്രൗണ്ട് ചെയ്യാത്തതിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ലീക്കേജ് ആയിരിക്കും. പിന്നെ പറഞ്ഞാൽ അവിടെ സ്പീക്കർ കണക്ടേഴ്സ് 2 പൊട്ടി കിടക്കുകയാണ്. ആ 2 പൊട്ടിയെന്ന് മീൻസ് അത് ബാക്കിയുള്ളതൊക്കെ നല്ല ടൈറ്റുമാണ്. ഇവിടെയൊക്കെ റസ്റ്റ് പിടിച്ച് കാണാം, നല്ല റസ്റ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം 6 മാറ്റണം. ഇവിടെ ഫ്യൂടെക് ഡീകോഡർ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എത്ര ചിലവാകുന്നെന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നുണ്ടോ? ഒരു 5 രൂപ 5000 രൂപ അറൗണ്ടാണ് ഇപ്പോൾ ജസ്റ്റ് ഒരൊറ്റ നോട്ടത്തിൽ എനിക്ക് ഇതിൻ്റെ സർവീസ് ചാർജ് അടക്കമുള്ള ചിലവ് കാണുന്നത്. വിത്ത് ഫ്യൂടെക് കിറ്റ് ഡീകോഡർ അടക്കം ഒരു 5000 രൂപ റൗണ്ട് വരും. 5000 രൂപ പ്ലസ് എത്ര വരും എന്നുള്ളത് അറിയില്ല. 5000 രൂപയുടെ അടുത്തോട്ട് നമ്മളെ സർവീസ് ചാർജ് അടക്കമുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാധനം ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഗ്രേഡിലേക്ക്, ലേറ്റസ്റ്റ് വെർഷനിലേക്ക് അപ്ഡേറ്റ് ആകാൻ ഉള്ളൊരു ചിലവാണ് കാണുന്നത്. അതും ഇത്രയും കാര്യങ്ങൾ ഫങ്ഷൻസ് വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ആംപ്ലിഫയറുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മളിപ്പോൾ ഫ്യൂടെക് ആഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരം ഫീച്ചേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്ത് ഫൈനലി നല്ല ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ ആ ഇൻപുട്ടിൻ്റെതും കൂടി തീരുമാനിക്കുള്ളൂ. മറ്റേത് ഫുള്ള് ഡെഡായി കിടക്കുന്ന ഒരു സാധനമാണ്, ഫുള്ള് പരിപ്പായി കിടക്കുകയാണ്, കൺട്രോൾസ് മൊത്തം പോയിന്, ക്യാബിനറ്റും പോയിന്, എല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ആംപ്ലിഫയർ ഇതിൽ നിന്ന് സാധനങ്ങൾ അയച്ചെടുത്തിട്ട് മറ്റൊന്ന് മാറ്റി പണിയുന്നതാണ് ഏറ്റവും ലാഭകരം. അപ്പോൾ അതുപോലത്തെ ആംപ്ലിഫയർ ഒന്ന് കാണിച്ചു തരാം. അത് പക്ഷേ മെറ്റൽ ക്യാബിനറ്റ് അല്ല, അതൊക്കെ പഴയ വുഡൻ ക്യാബിനറ്റിലുള്ളതാണ്. അപ്പോൾ ഇതിനെക്കാട്ടും വളരെ പ്രായമുള്ള ടീംസാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. ഒരു വുഡൻ ക്യാബിനറ്റുള്ള ഒരു ആംപ്ലിഫയറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഇതേപോലെ തന്നെ ഇത് ക്യാബിനറ്റ് കംപ്ലീറ്റ് മാറ്റി ചെയ്യാനുള്ള, നമുക്ക് പണ്ട് വുഡൻ ക്യാബിനറ്റ് നമുക്ക് അടിയിൽ നിന്നും സ്ക്രൂ ഇവിടെ നിന്നും സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ അടിയിൽ നിന്ന് സ്ക്രൂ അയച്ചു വെച്ചാണ് ഈ സ്ക്രൂ വയ്ക്കാം. അപ്പോൾ ഇത് ഡബിൾ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ, ടിപ്പിൻ്റെ ബോർഡാണ് സബിനുള്ളത്. അതുപോലെ 27 വോൾട്ട് ട്രാൻസ്ഫോമർ ഉണ്ട്, റെക്ടിഫയർ ഉണ്ട്. 2030 ആണ് പെർ ചാനൽ, അതിലും 2030 ആണ് പെർ ചാനൽ. ഇത് സ്റ്റാർ ഇലക്ട്രോണിക്സ് എന്ന് അവിടെ കാണുന്നത്. ഏത് സ്റ്റാറാണെന്നൊരു പിടിയില്ല. ഇതിലും ഇതുപോലെ തന്നെ ഈ കംപ്ലീറ്റ് ഫിൽട്ടർ സ്വിച്ചിൻ്റെ സെലക്ഷൻ ഏരിയ മൊത്തത്തിൽ പോയിട്ടുണ്ടാവും, മൊത്തത്തിൽ കരകരായിട്ടുണ്ടാവും. ഇതിനകത്ത് ആവശ്യമുള്ള എടുത്തിട്ട് നമ്മൾ ഇതുപോലെ മാറ്റി മറ്റൊരു ക്യാബിനറ്റിലേക്ക്, ഫ്രഷ് ക്യാബിനറ്റിലേക്ക് മാറ്റി ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് മാറ്റും, ഇതിൻ്റെ കൺട്രോൾ സെക്ഷൻ മാറ്റും, അതുപോലെ ഡീകോഡർ ആഡ് ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യും.
ഫ്യൂടെക്കിൻ്റെ ആ 12,000 സംതിങ് വരുന്ന ഒരു ഡീകോഡർ ഉണ്ട് വിത്ത് റിമോട്ട് കിറ്റ് ഡിസ്പ്ലേയിലുള്ളത്. അതല്ലാത്ത ഒരു റിമോട്ട് കിറ്റും ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഫുൾ മാനുവൽ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ധൈര്യമായിട്ടൊരു കാര്യം ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേത് ആ സേഫ്റ്റി എപ്പോഴും പേടിയാണ്. അത് ഇനി വർക്കൗട്ട് ആവുമോ, പിന്നെ നോയ്സ് വരുമോ, ഇനി കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ അതെങ്ങാനും കംപ്ലൈൻ്റ് ആവുമോ, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. ഇനി അടുത്ത മറ്റൊരു മഹാദുരന്തം ഉണ്ട്, കാണിച്ചു തരാം. സോറി, മഹാദുരന്തം എന്ന് പറഞ്ഞത് ഇത് അത്രയും മോശമെന്നല്ല കേട്ടോ. ഇത് വളരെയേറെ ആശാരിപ്പണികളൊക്കെ എടുത്തിട്ടാണ് ഇതിൻ്റെ മുകളിൽ കാണുക. മൊത്തം വേർപെട്ട് കിടപ്പാണ്. ഇത് ഇനി നമ്മൾ അയച്ചു നോക്കിയാൽ ഇത് ക്യാബിനറ്റ് ഊരാം, ആ ഒരു സൗകര്യമുണ്ട്. അപ്പോൾ ഇത് കുറച്ച് പുലിയാണ് ഇതിൻ്റെ ഇന്നിൽ. അതായത് 6 ചാനലിനും ട്രാൻസിസ്റ്റേഴ്സാണ്. പെർ ചാനൽ 2 ട്രാൻസിസ്റ്ററും സബ്വൂഫറിന് 4 ട്രാൻസിസ്റ്ററും ആയിട്ടാണുള്ളത്. നമ്മളെ ശക്തിയുടെ ടൈപ്പ് ബോർഡാണെന്ന് എനിക്ക് തോന്നുന്നു. ശക്തിയുടെ ബോർഡാണ്. ശക്തിയുടെ 14 ട്രാൻസിസ്റ്ററുള്ള ഒറ്റ റെയിലാണ്. അതിലേക്ക് പണ്ട് കാലത്തുള്ള റിമോട്ട് കിറ്റ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 7294 ഒരു ബോർഡ് ഇവിടെ എടുത്ത് വെറുതെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അത് ഒട്ടിച്ചാന്ന് തോന്നുന്നു. റെക്ടിഫയർ ഉണ്ട്, ഇത് ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്റർ എന്തായാലും ഇപ്പോൾ നമ്മൾ ഒഴിവാക്കും. ഇതിലൊരു റിമോട്ട് കിറ്റ് ഉണ്ട്. ഈ റിമോട്ട് കിറ്റിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയില്ല, ഇത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ റിമോട്ട് കിറ്റ് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നോക്കും, ഇല്ലെങ്കിൽ മാറ്റും, ഒഴിവാക്കും. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഇനി ട്രാൻസ്ഫോമറും കൂടി ആഡ് ചെയ്യേണ്ട ആ ഒരു ആവശ്യത്തിൽ കാണുന്നുണ്ട്. ഈ ട്രാൻസ്ഫോമറിൽ ഇത് മൊത്തത്തിൽ ഈ ഔട്ട്പുട്ടിൽ തള്ളാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കാണിച്ച ആ ആംപ്ലിഫയർ, ആദ്യം കാണിച്ച വുഡൻ ആംപ്ലിഫയർ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ അത് ഫ്യൂടെക് ഇല്ലാതെ തന്നെ, അത് ഫ്യൂടെക്കോ ഡീകോഡറോ ആഡ് ചെയ്യാതെ തന്നെ ക്യാബിനറ്റും റീഅസംബ്ലിങ്ങിൻ്റെയും കൂടെ ചിലവ് കൂട്ടിയാൽ ഏകദേശം ഒരു 5,000 രൂപയോളം വരാം. അതിപ്പോൾ ഇതേപോലെ തന്നെ ഇതിലിപ്പോൾ ട്രാൻസ്ഫോമർ അടക്കം എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യം വരുന്നതുകൊണ്ട് ചിലപ്പോൾ 5ൻ്റെ മേലെ പോകാം. ഇതിൽ ഫ്യൂടെക് ഡീകോഡറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 5ൻ്റെ മേലെ പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു 7 സംതിങ് പ്ലസ്. ഞാൻ ഏകദേശം ജസ്റ്റ് ഗസ് ആണ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഏകദേശം അങ്ങനെ വരും. അപ്പോൾ ഈ രീതിയിൽ ഇതിലിപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇനി ചെയ്യാമെന്ന് വിചാരിക്കാം. ഇത് കംപ്ലീറ്റ് ടോറോയിഡൊക്കെ വെച്ച് മറ്റേതൊക്കെ എല്ലാം വ്യത്യസ്തമാക്കിയിട്ട് നമ്മളെ ഒരു വ്യത്യസ്ത വയറിങ്ങോട് കൂടി ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഒരു 8 to 10ൻ്റെ ഇടയിലോട്ടുള്ള ഒരു റേഞ്ചിലേക്ക് ഇതിൻ്റെ ചിലവ് വരാം. ഈ ഒരു രീതിയിലാണ് ഈ അപ്ഡേഷൻ എന്നൊക്കെ പറയുന്ന ആംപ്ലിഫയർ അപ്ഡേഷൻ ഞാൻ എൻ്റെ രീതിക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രഷ് ആയി കഴിഞ്ഞാൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയറിൻ്റെ പെർഫോമൻസും ആ ഒരു ലുക്കും ഇതിന് കിട്ടും. പുതിയതായിട്ട് അപ്പോൾ ചെയ്യുകയാണെങ്കിൽ എത്ര ചിലവ് വരും? ട്രാൻസ്ഫോമർ വിത്ത് ബോർഡ്, കംപ്ലീറ്റ് പാർട്സ്, അതിൻ്റെയൊക്കെ ഇന്നത്തെ വില, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങളാണ്, വർക്കിംഗ് ആണ്. അത്രയും വില ഇപ്പോഴത്തെ വെച്ച് ലാഭിക്കാം. ആ ഒരു ഔട്ട്ഫിറ്റൊക്കെ പാടെ മാറുന്നതിൻ്റെ ആ ഒരു പണിക്കൂലിയാണ് എക്സ്ട്രാ വരിക. അത്രേ വരുന്നുള്ളൂ. നല്ല ലാഭത്തിലാണ് ശരിക്കും പറഞ്ഞാൽ പഴയ നല്ല ആംപ്ലിഫയറുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നല്ല ലാഭത്തിലാണ് അത് റെഡിയായി കിട്ടുന്നത്. നല്ല ലാഭത്തിലാണ് നല്ലൊരു ഡിവൈസായി മാറുന്നത്. ഒരു പഴയ മോഡൽ അപ്ഗ്രേഡ് ചെയ്യാൻ ഏകദേശം എത്ര ചിലവ് വരും എന്നുള്ളത്, അതിൻ്റെ ഏത് തരത്തിലുള്ള പണിയാണ് വരുന്നത് എന്നുള്ള ആശ്രയിച്ചിരിക്കുന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ. വാട്സപ്പിലൊക്കെ ചോദിക്കുന്ന എനിക്കിതിങ്ങനെ ഫോട്ടോ അയച്ചിട്ട് ഇതിങ്ങനെ അയച്ചിട്ട് എത്ര വരും, ഏകദേശം എങ്ങനെ വരും, ഒരു 5 രൂപ അറൗണ്ട് ഉള്ള ഒരു അപ്ഡേഷൻ അല്ലാതെ നല്ലൊരു വ്യത്യാസം ആ ആംപ്ലിഫയറിൽ കിട്ടാൻ സാധ്യത കുറവാണ്. ഇതേപോലെ മാറ്റി ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത 5.1 2.1 ഒക്കെ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം.